എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടേമാണ് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്താണിത്? യെസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയി ഇന്റലിജൻസ് കൊടുക്കുന്നു. ആർക്ക്? മെഷീൻസിന്. അപ്പൊ മെഷീൻസ് നമ്മൾ മനുഷ്യരെ പോലെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇത് ആദ്യമായി പറയുന്നത് അലൻ ട്യൂറിംഗ് ആണ്. അലൻ ട്യൂറിംഗ് നടത്തിയ ഒരു ഫേമസ് ടെസ്റ്റ് ആണ് ട്യൂറിംഗ് ടെസ്റ്റ്. അപ്പം ഇതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻവിജിലേറ്റർ ഇവിടെ നിൽക്കുന്നു, ഒരു കമ്പ്യൂട്ടർ ഒരു സൈഡിൽ, ഒരു മനുഷ്യൻ ഒരു സൈഡിൽ. അപ്പം ഈ ഇൻവിജിലേറ്റർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. 2 റൂമുകളിലാണ് ഇവരെ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഏതാണ് കമ്പ്യൂട്ടർ ഏതാണ് മനുഷ്യൻ എന്ന് ഇൻവിജിലേറ്റർക്ക് അറിയുന്നില്ല. ഇനി കുറച്ച് റീസണിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ഒരു ടൈമിൽ ഒരു സമയത്ത് ഏതാണ് കമ്പ്യൂട്ടർ ഏതാണ് മനുഷ്യൻ എന്ന് നമുക്ക് ഈ ഇൻവിജിലേറ്റർക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ മെഷീൻ ട്യൂറിംഗ് ടെസ്റ്റ് പാസ്സായി എന്ന് പറയുന്നത്. അപ്പം മനുഷ്യനെ പോലെ റീസണിങ് കേപ്പബിലിറ്റി ഒരു മെഷീന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ മെഷീൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോസസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതുവരെയും ഒരു കമ്പ്യൂട്ടേഴ്സും ഈ പറഞ്ഞ പോലെ ഈ ട്യൂറിംഗ് ടെസ്റ്റ് പാസ്സായിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് ഇപ്പോഴും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഇവോൾവ് ചെയ്യുന്ന ഒരു ശൃംഖലയാണ്, അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യുന്ന ഒരു മേഖലയാണെന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പോലെ തന്നെ ഒരുപാട് ടേമുകൾ നിങ്ങൾക്ക് കേൾക്കാൻ ചാൻസ് ഉണ്ട്. അതായത് അതിൽ ചിലതാണ് ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ്, ന്യൂറൽ നെറ്റ്വർക്ക്സ്, അതേപോലെ ഡേറ്റാ സയൻസ്. ഇതെല്ലാം അപ്പം ഇതെല്ലാം എന്താണ്? അപ്പോൾ ഡേറ്റാ സയൻസ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ മെഷീൻ ലേണിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ മെഷീൻ ലേണിംഗ്, ഡേറ്റാ സയൻസ്, AI ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ഫീൽഡുകളാണ്. അപ്പോൾ ഇവിടെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്റലിജൻസ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതുപോലെ മെഷീനെ നമ്മൾ ഒരുപാട് ഡേറ്റ വെച്ച് നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പം മെഷീനെ കുറച്ച് ഡേറ്റ സെറ്റ് വെച്ച് അതിനകത്തുനിന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ച് മെഷീനെ നമ്മൾ പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ലേബൽ ചെയ്ത് പഠിപ്പിക്കാം. ലൈക്ക് കുറച്ച് ആപ്പിൾസും കുറച്ച് സ്ട്രോബെറീസും വെച്ച് നമ്മൾ അതിൻ്റെ ഡേറ്റ, ലൈക്ക് അതിൻ്റെ ഇമേജസ് നമ്മൾ കൊടുക്കുകയാണ്. ഇത് ആപ്പിളാണ്, ഇത് സ്ട്രോബെറി ആണ് എന്ന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിനെ ലേബൽ ചെയ്ത ഡേറ്റ എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ലേബൽ ചെയ്ത ഡേറ്റ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ സൂപ്പർവൈസ് ലേണിംഗ് എന്നും, ഇങ്ങനെ ലേബൽ ചെയ്യാതെ നമ്മൾ ഡേറ്റ കൊടുക്കുകയാണെങ്കിൽ അതിനെ അൺസൂപ്പർവൈസ് ലേണിംഗ് എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പം ഇനി ഇതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത്. മെഷീനെ നമ്മൾ ഡേറ്റ കൊടുത്ത് പല രീതിയിലുള്ള ഡേറ്റ, നമ്മൾ ടെക്സ്റ്റ് ഡേറ്റ ആയിരിക്കാം, അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഇമേജസ്, ഇങ്ങനെയുള്ള ഡേറ്റ ഒക്കെ ആയിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള ഡേറ്റ കൊടുത്ത് മെഷീനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് കഴിയും. അപ്പം ഇമേജസ് ആണെങ്കിൽ ഇതിനകത്തുനിന്നൊക്കെ ഒരുപാട് ഇൻസൈറ്റ്സ് ജനറേറ്റ് ചെയ്തിട്ട് അതവിടെ സേവ് ചെയ്ത് വെക്കുക, അതിൻ്റെ നോളജ് ആയിട്ട്. പിന്നീട് ഒരു ഇമേജ് വരുന്ന സമയത്ത് അതിനെ നമുക്ക് അതിൻ്റെ പ്രഡിക്ഷൻ, അതെന്താണ് ഏതാണെന്നുള്ള പ്രഡിക്ഷൻ ഇതുകൊണ്ട് നടത്തും. സോ ഇതിൽ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇത് പറഞ്ഞ പോലെ അൺസ്ട്രക്ചർഡ് ഡേറ്റ, നമ്മളെ വീഡിയോ, അതേപോലെ തന്നെ ഇമേജസ്, ഇതൊക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ട് പോകേണ്ടി വരും. അവിടെ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ന്യൂറൽ നെറ്റ്വർക്ക്സ്? മനുഷ്യന്റെ തലച്ചോറിൽ എന്താണ് വർക്ക് ചെയ്യുന്നത്? ന്യൂറോൺസ് ആണ് നമുക്കറിയാം. അപ്പോൾ അതിനെ മിമിക്കുന്ന രീതിയിൽ ആർട്ടിഫിഷ്യലി നമ്മളൊരു ന്യൂറൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുകയും ഇതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകളെ നമ്മൾ സോൾവ് ചെയ്യുന്നതിനാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ഈ ഡീപ്പ് ലേണിംഗ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ പോലെ ന്യൂറൽ നെറ്റ്വർക്ക് അൽഗോരിതംസ് യൂസ് ചെയ്തതാണ്. അപ്പം അവിടെ നമ്മുടെ മനുഷ്യന്റെ ബ്രെയിനിനെ മിമിക് ചെയ്യുന്ന രീതിയിലുള്ള അൽഗോരിതംസ് ആണ് അവിടെ വർക്ക് ആവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇതുപോലെ നമ്മൾ കുറച്ചും കൂടി ഡേറ്റ ഡ്രിവൺ ആയിട്ട്, ലൈക്ക് കുറച്ചും കൂടി ഒരുപാട് ഡേറ്റ നമ്മളിപ്പം ഡേ ടു ഡേ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്തൊന്നും ഒരു ഇൻസൈറ്റ് ജനറേറ്റ് ചെയ്ത് ബിസിനസ് രംഗത്തോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ രംഗത്തോ നമുക്ക് ഒരു പടി മുന്നോട്ട് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലും, അപ്പോൾ അതിനെ ഈ ടെക്നോളജികളെല്ലാം തന്നെ യൂസ് ചെയ്തിട്ട്, അപ്പോൾ പറഞ്ഞ മെഷീൻ ലേണിംഗും ഡീപ്പ് ലേണിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു കുറച്ചും കൂടി ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡേറ്റാ സയൻസ് എന്ന് പറയുന്നു. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ടേമുകൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പം ഒരു പരിധി വരെ അപ്പോൾ അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ താങ്ക് യു.